സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പരാതിക്കാരി നേരെ സെക്ഷൽ ഹരാസ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലൈന്റ് ഒരു പരാതി നേരത്തെ ഉന്നയിച്ചിരുന്നു. എന്നാൽ ആ പരാതിയിന്മേൽ സുരേഷ് ഗോപി നടപടി എടുത്തില്ല എന്ന പരാതിയാണ് ഉയർത്തിയിരിക്കുന്നത്. ആ പരാതിയുമായി വിമൻ അഗെയിൻസ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന സംഘടനയെ സമീപിച്ചിരിക്കുകയാണ് ഈ പരാതിക്കാരി. കൂടുതൽ വിവരങ്ങളുമായി പി. സുനിൽ, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? നമുക്ക് അതിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വളരെ ഗുരുതരമായ പരാതിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ചെയർമാനായ സുരേഷ് ഗോപി ഇതിന്മേൽ നടപടി എടുക്കേണ്ടതാണ്. നിലവിലുള്ള ചട്ടമനുസരിച്ച് ICCക്ക് പരാതി ലഭിച്ചാൽ ICC ഇതിൽ പ്രാഥമിക പരിശോധന നടത്തി പോലീസിനെ കൈമാറുകയാണ് വേണ്ടത്. ഇതിൽ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായില്ലെന്നാണോ പരാതിക്കാരി പറയുന്നത്? അരുൺ, 3 മാസം മുൻപാണ് ഈ സംഭവം നടന്നത്. പരാതിക്കാരി ഉടൻ തന്നെ ഇന്റേണൽ കമ്മിറ്റിക്ക് പരാതി നൽകിയിരുന്നു. ഇന്റേണൽ കമ്മിറ്റി ഇക്കാര്യം പരിശോധിച്ച് ഒരു പ്രാഥമിക റിപ്പോർട്ട് ചെയർമാന് സമർപ്പിച്ചു. അതേസമയം ചെയർമാനായ സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് പരാതിക്കാരി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അരുൺ പറഞ്ഞതുപോലെ തന്നെ ഇന്റേണൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന ശേഷം 90 ദിവസത്തിനകം ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതാണ്, വേണ്ട ഇടപെടൽ നടത്തേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ പരാതിക്കാരി ചൂണ്ടിക്കാണിക്കുന്നത് ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനായ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതാണ്. ഏതായാലും സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തുന്നു എന്നാണ് ഇപ്പോൾ പരാതിക്കാരി ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിനും മന്ത്രിക്കുമൊക്കെ തന്നെ കത്തയച്ചിട്ടും പരാതി നൽകിയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്നൊരു ആരോപണം കൂടി ഇപ്പോൾ പരാതിക്കാരി ഉന്നയിക്കുകയാണ്. സത്യജിത് റേ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉന്നതനായ വ്യക്തിയെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ഇതിലൂടെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ നടത്തുന്നത് എന്ന ആരോപണം കൂടി ഇപ്പോൾ പരാതിക്കാരി മുന്നോട്ട് വയ്ക്കുന്നു. ഓക്കെ, താങ്ക് യു. പി. സുനിലാണ് നമുക്കൊപ്പം ചേർന്നത്.